ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനലിന്റെ പേര് സോൾട്ട് ആൻഡ് നോട്ട് ബൈ സ്നേഹ. ഈ വീഡിയോയിൽ മുട്ട വെച്ചിട്ടൊരു സ്പെഷ്യൽ ബുൾസൈ ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനെ പാക്കറ്റ് ബുൾസൈ എന്ന് വിളിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, മുട്ടേന്റെ മഞ്ഞ വെള്ളയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മുട്ടത്തോട് പൊട്ടിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എഗ് വൈറ്റും എഗ് യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്, ചൂടായ പാനിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കണം. വലിയൊരു സ്ലൈസ് ബട്ടർ തന്നെ എടുക്കുക കേട്ടോ. ഇനി വലുതില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇതുപോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ട് പിടിച്ച് തേച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും, വലുതാണെങ്കിൽ. ഇനി നെക്സ്റ്റ് എഗ് വൈറ്റ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ എക്സ്പെരിമെന്റ് ആക്ടർ ഫെയിലിയർ ആണ്. എന്തായാലും ഒരു മുട്ട വേസ്റ്റ് ആവാൻ പോവാ. അപ്പൊ പിന്നെ ഉപ്പും കുരുമുളകും കൂടെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിട്ടില്ല. പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഈ എഗ് വൈറ്റ് കൊണ്ട് മഞ്ഞ യോക്കിനെ കവർ ചെയ്തെടുക്കണം. 4 ഭാഗത്തൊന്നും പൊതിഞ്ഞെടുക്കണം. ഈ കണ്ടീഷൻ വെച്ച് പൊതിയൽ നടക്കൂല എന്ന് ഉറപ്പായി. ഇത് കാണുമ്പോൾ എനിക്ക് അമ്മേന്റെ ഒരു ഉപദേശമാണ് ഓർമ്മ വന്നത്. എടുത്തുചാട്ടം നല്ലതല്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആവേശം ഇത്തിരി കൂടുതലായതുകൊണ്ടും 2-3 മുട്ട ഫ്രിഡ്ജിൽ എക്സ്ട്രാ ഇരിക്കുന്നതുകൊണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഈ പ്രാവശ്യം മുട്ടേന്റെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വെള്ള ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് സെയിം പാനിലേക്ക് അതൊന്ന് ഒഴിച്ച് കറക്കിയെടുത്ത് അതിനുശേഷം പഴയ പോലെ എഗ് യോക്കിനെ അതിൻ്റെ നടുക്കായിട്ട് വെച്ചു കൊടുക്കാം. ഉപ്പും കുരുമുളകും മുകളിൽ കൂടെ വെതറി കൊടുക്കാം. മഞ്ഞേന്റെ മുള്ളും കിടക്കട്ടെ, കുറച്ച് ഉപ്പും കുരുമുളകും, അതിന്റെ മുള്ളും കുറച്ച് വെതറ. ഇനിയാണ് നമ്മളെ പൊതിയൽ പരിപാടി. ഒന്നാമത്തെ സൈഡ് ഇങ്ങനെ വെച്ചു കൊടുത്തു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വെച്ചു കൊടുത്തു. ഇനി മൂന്നാമത്തെ സൈഡ് ഇങ്ങനെ വെച്ചു കൊടുത്തു. 4-മത്തെ സൈഡ് ഇങ്ങനെ വെച്ചു കൊടുത്തു. ഇനി ഇതിനെ മറിച്ചിടണം. മറിച്ചിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഉള്ളിലത്തെ മഞ്ഞ കുക്കാവാത്തത് കൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. സൂക്ഷ്മതയോടെ മറിച്ചിടുക. നമ്മുടെ പാക്കറ്റ് ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു തരാം. കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിലത്തെ കുക്കാവാത്ത യോക്ക് പുറത്തേക്ക് വരും. ഒരു ഫോർക്ക് എടുക്കുക, എഗ് വൈറ്റ് ഇങ്ങനെ കുത്തിപ്പിടിക്കുക, ഹാഫ് കുക്ക്ഡായ എഗ് യോക്കിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ആണേ.